ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അധ്യായം 304. കിരൺ വീണ്ടും നീലിമ എന്താ ഇവിടെ വന്നിട്ട് ആരോടും മിണ്ടാതെ പോകുന്നത് അവൻ ചിന്തിച്ചു. കിരൺ കൂടുതൽ ആവേശഭരിതയായി. നീലിമയുടെ അടുത്തേക്ക് പോവാൻ അയാൾക്ക് ശക്തമായ ആഗ്രഹം തോന്നി. പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലൂടെ അയാൾ വീണ്ടും നിൽക്കുന്നിടത്ത് എത്തിയപ്പോഴേക്കും നീലിമ അപ്രത്യക്ഷയായിരുന്നു. അവൻ ആകാംക്ഷയോടെ ചുറ്റും നോക്കി. പക്ഷേ എവിടെയും നീലിമയെ കാണാനായില്ല. അതിനിടയിൽ നീലിമ ഒരു ഇരുണ്ട മൂലക്കൽ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് എങ്ങാനും അടുത്തുണ്ടോ എന്ന് അവൾ നോക്കാൻ ശ്രമിച്ചു. ലാവണ്യയെയും കാണാനില്ല. അവർ പെട്ടെന്ന് എവിടേക്കാണ് അപ്രത്യക്ഷയായതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാം. ഒരു പക്ഷേ ലാവണ്യയും സിദ്ധാർത്ഥും ഒരുമിച്ചായിരിക്കാം അവിടെ നിന്ന് പോയതെന്ന് അവൾ ആലോചിച്ചു. അത്രയുമൊക്കെ കാര്യം ലാവണ്യോട് അവൾക്കുണ്ടാകുമോ എന്നും അവൾ ചിന്തിച്ചിരുന്നു. വധൂവരന്മാരുടെ അഭാവത്തിൽ പരാതികളൊന്നും തന്നെ ഇല്ലാതെ നിശബ്ദയായി കാത്തിരിക്കുന്ന അതിഥികൾക്കിടയിൽ ഒരു ചെറിയ അസ്വസ്ഥത രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. എല്ലാത്തിനുമുപരി മുഹൂർത്തം തെറ്റിക്കാണുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്. വിവാഹ ചടങ്ങ് ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കണം. എന്താണ് സംഭവിക്കുന്നത്? സിദ്ധാർത്ഥ് വിവാഹം റദ്ദാക്കാനെങ്ങാനും പദ്ധതിയിട്ടിരുന്നോ? അതിഥികൾ പരസ്പരം പറഞ്ഞു തുടങ്ങി. ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യമാണത്. പക്ഷേ അത്തരം കാര്യങ്ങൾ ആരോടും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. അവർക്ക് കാത്തിരിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. വർദ്ധിച്ചു നിൽക്കുന്ന അസ്വസ്ഥത കാര്യമാക്കാതെ അവരെല്ലാം കാത്തിരുന്നു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളായ ഗീതാമ്മയും വിശ്വനാഥനും മുഴുവൻ സമയം വേദിയിൽ നിശബ്ദരായിരിക്കുകയായിരുന്നു. എന്നാൽ സ്ഥിതിഗതികൾ മാറുന്നത് കണ്ടപ്പോൾ അവർ ക്രമേണ ആശങ്കപ്പെടാൻ തുടങ്ങിയെന്ന്. നടക്കുന്നതൊക്കെ വളരെ അസാധാരണമായ കാര്യങ്ങളായിരുന്നു. സിദ്ധാർത്ഥ് എവിടെയാണെന്ന് അവർ ചിന്തിച്ചു. യഥാർത്ഥത്തിൽ അവർക്കിടയിലും അല്പം ആശയക്കുഴപ്പമുണ്ടായി. വിവാഹ ചടങ്ങുകൾക്കുള്ള നീണ്ട കാലതാമസവും വധൂവരന്മാരുടെ നിയോജനവും ഗീതാമ്മയെ കൂടുതൽ വിഷമിപ്പിച്ചു. അവർ നെഞ്ചിൽ കൈകൾ മുറുകെ പിടിച്ചു ഭർത്താവിന്റെ നേരെ നോക്കി. ചേട്ടാ, എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അവർ പറഞ്ഞു. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ വിശ്വനാഥനും ചെറുതായി പേടി തോന്നി. വിശ്വനാഥന്റെ പിതാവ് പ്രതാപ് വിശ്വനും അവർക്കരികിൽ വേദിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. സംഭവിക്കുന്ന കാര്യങ്ങളിൽ അതൃപ്തി ഉണ്ടായിരുന്നു. എങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ സംഭവിച്ചതെല്ലാം തന്നെ അയാൾ കാണുന്നുണ്ടായിരുന്നു. ഒടുക്കം ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അയാൾ മകനോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുഹൂർത്തമാവാനായില്ലേ? അയാൾ ദേഷ്യപ്പെട്ടു ചോദിച്ചു. എന്തുകൊണ്ടാണ് അവൻ വേദിയിൽ വരാത്തത്? ഇനിയും അധികം സമയമില്ല, അവനോട് വരാൻ പറയൂ. അതിഥികൾ കാത്തിരിക്കുന്നത് കണ്ടില്ലേ? അയാൾ ദേഷ്യത്തോടെ അതിഥികളെ നോക്കി പറഞ്ഞു. അതിന് മറുപടി പറയാൻ കഴിയാതെ വിശ്വനാഥൻ ഇരുന്നു. അയാൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വിശ്വനാഥൻ മകനെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. സിദ്ധാർത്ഥ് എവിടെയാണ്? അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. അവന്റെ സംസാരം അതിഥികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഭർത്താവിന് ദേഷ്യം വരുന്നത് കണ്ട് ഗീതാമ്മ വിഷമിച്ചു. നോക്ക്, അധികം ദേഷ്യപ്പെടരുത്, അവൻ ഉടനെ തന്നെ വരും, ഗീതാമ്മ പെട്ടെന്ന് പറഞ്ഞു. അവനെ അന്വേഷിക്കാൻ ഒരാളെ അയക്കാം. ഒരു പക്ഷേ അവൻ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുകയായിരിക്കും. സമയം പോയതൊന്നും അറിഞ്ഞു കാണില്ല. ഗീതാമ്മ പറഞ്ഞത് കേട്ട് വിശ്വനാഥൻ അവളെ നോക്കി. ഭർത്താവിന്റെ പിതാവിന്റെ ദേഷ്യം ലഘൂകരിക്കാനും അയാളും മകനും തമ്മിലുള്ള ബന്ധത്തിൽ കഷ്ടങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് സ്ഥാപിക്കാനുമാണ് അവർ അങ്ങനെ പറഞ്ഞത്. വിശ്വനാഥനും എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. മകൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും അയാൾക്ക് കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് ഈ ഈടായിട്ട് ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാതെയാണ് പെരുമാറുന്നത്. വിവാഹവേദിയിൽ നിന്ന് അവൻ മനഃപൂർവ്വം ഇറങ്ങിപ്പോയതായിരിക്കാം എന്ന് അയാൾ ഊഹിച്ചു. അയാൾക്ക് അപ്പോൾ ആ സമയം അവനെ തടയിടാനും സാധിച്ചിരുന്നില്ല. ലാവണ്യം വേദിയിലില്ലാത്ത സ്ഥിതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അയാൾക്ക് മകനോട് തലിശായ ദേഷ്യം അനുഭവപ്പെട്ടു. തന്റെ അച്ഛൻ തന്നോട് ദേഷ്യപ്പെടുമെന്ന് കരുതിയ ഉടനെ തന്നെ അയാൾ സഹായികളെ നോക്കി പറഞ്ഞു, അവൻ എവിടെയാണെന്ന് പോയി അന്വേഷിക്കും. എന്നിട്ട് കണ്ടുപിടിച്ചാൽ മുഹൂർത്തത്തിന് സമയമായി എന്ന് ഞാൻ അവനെ വേദിയിലേക്ക് വരാൻ വിളിക്കുന്നുണ്ടെന്നും പറ. വിശ്വനാഥൻ തന്റെ സഹായികളോട് പറഞ്ഞു. സഹായികൾ ഉടനെ തന്നെ അവിടെ നിന്നും സിദ്ധാർത്ഥിനെ തിരിഞ്ഞു അവിടെ നിന്നും പോയി. അപ്പോഴാണ് വിശ്വനാഥന് അല്പം സമാധാനം തോന്നിയത്. അയാൾ അച്ഛന് നേർക്ക് തിരിഞ്ഞു നോക്കി. വിശ്വ, ഇതെന്തൊക്കെയാണ് ഈ നടക്കുന്നത്? നിന്റെ മകന് ഇത്രയും ഉത്തരവാദിത്തമില്ലേ? ഒരുപാട് അതിഥികളെ ഇങ്ങനെ കാഴ്ചക്കാരായി ഇരുത്തിയിട്ട് അവൻ ഇതെവിടെയാണ് പോയത്? പ്രതാപ് വിശ്വ ചോദിച്ചതിന് മറുപടി പറയാനാവാതെ വിശ്വനാഥൻ സഹായത ഭാവിച്ചു. ഗീതാമ്മയുടെ അവസ്ഥ അതുതന്നെയായിരുന്നു. സിദ്ധാർത്ഥ് മനഃപൂർവ്വം തന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതെന്നവർ കരുതി.
ഈ സമയം നീലിമ അശ്വിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. ആ ഹോട്ടലിലെ പല ഭാഗത്തും അവർ അശ്വിനെ തിരഞ്ഞുകൊണ്ടിരുന്നു. ആ ഹോട്ടൽ വളരെ വലുതായിരുന്നു. അവിടെയെല്ലാം അശ്വിനെ തിരിഞ്ഞു മടുത്ത നീലിമ ഒടുവിൽ അവൻ അയച്ച നമ്പറുള്ള മുറിയിലേക്ക് മകനെ അന്വേഷിച്ചു ചെന്നു. മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിരുന്നില്ല. എങ്കിലും സിദ്ധാർത്ഥ് അവിടെ ഉണ്ടാകുമെന്ന ഭയം കാരണം നീലിമ പുറത്തു തന്നെ നിന്നു. അവൾ വാതിലിൽ 1-2 തവണ മുട്ടിയെങ്കിലും ആരും വന്ന് വാതിൽ പൂർണ്ണമായും തുറന്നില്ല. പുറത്തുനിന്ന് അവൾ 1-2 തവണ കൂടി പേരെടുത്ത് അശ്വിനെ വിളിച്ചു. അവൻ വിളി കേട്ടില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവൾ ചോദിച്ചു. എന്നാൽ മറുപടി ഒന്നും തന്നെ വന്നില്ല. അശ്വിൻ, നീ ഇവിടെയുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. എന്നാൽ അശ്വിന്റെ മറുപടിയൊന്നും വന്നില്ല. അവൾ ഒരുപാട് നേരം കാത്തിരുന്നു. പക്ഷേ പ്രതികരണമൊന്നും തന്നെ ഉണ്ടായില്ല. നീലിമക്ക് പിന്നെ അധികം കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. അശ്വിൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ സംസാരം കേട്ട പുറത്തേക്ക് ഇറങ്ങി വന്ന് വാതിൽ തുറക്കില്ലേ? ഞാൻ എന്തിനാ ഇത്രയും സ്ഥലത്തേക്ക് വന്നത്? അവൾ അത്ഭുതപ്പെട്ടു. അവൾ പുറത്തേക്ക് പോയി അശ്വിനെ ഫോണിൽ വിളിച്ചു. അവൻ എവിടെയാണെന്നറിയാൻ തീരുമാനിച്ചു. അവൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മുറിക്ക് വെളിയിൽ നിന്നും പെട്ടെന്നൊരു ശബ്ദം കേട്ടു. നീലിമയുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ ആ വശത്തേക്ക് തല ചായ്ച്ച് ഒരു നിമിഷം ശ്രദ്ധിച്ചു. അശ്വിൻ ചിലപ്പോൾ ഇത്രയും നേരം എന്നെ കാത്തുനിന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അവൾ വിചാരിച്ചു. നീലിമ ശ്രദ്ധാപൂർവം വാതിൽ തുറക്കാൻ തയ്യാറെടുത്ത് ഡോർ ഹാൻഡിൽ കയ്യിൽ വെച്ചു. വാതിൽ പൂട്ടിയിട്ടില്ലാത്തതിനാൽ അവൾ വാതിൽ മെല്ലെ തുറന്നു. ആ മുറിയിൽ ജനലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലൈറ്റുകളും ഒന്നും ഓണാക്കിയിട്ടില്ല. അത് വളരെ ഇരുണ്ടതായിരുന്നു. പക്ഷേ ഇരുട്ടിലും കട്ടിലിൽ ആരോ കിടക്കുന്നത് അവൾ വ്യക്തമായി കണ്ടു. കട്ടിലിൽ കിടക്കുന്ന ആളെ തിരിച്ചറിഞ്ഞപ്പോൾ നീലിമയുടെ ഹൃദയം ഭയത്താൽ വിറച്ചു. അവൾ ഉടനെ തന്നെ തിരിഞ്ഞു മുറിക്ക് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. അപ്പോൾ പെട്ടെന്ന് വിളക്കുകൾ തെളിഞ്ഞു. വലിയ ശബ്ദത്തോടു കൂടെ തന്നെ വാതിലെല്ലാം പൊട്ടിയടഞ്ഞു. നീലിമയുടെ കണ്ണുകൾ ഭയത്താൽ വിടർന്നു. നീലിമ വാതിൽ തുറക്കാൻ കെണിഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ അത് പുറത്തുനിന്നും പൂട്ടിയതായി തോന്നി. എന്തായാലും അവൾക്ക് ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. കട്ടിലിൽ നിന്നും ആ രൂപം എഴുന്നേറ്റുമല്ലേ അവളുടെ അടുത്തേക്ക് വന്നു. നീലിമയുടെ ഹൃദയം തുടിച്ചു. അത് സിദ്ധാർത്ഥ് തന്നെയാണെന്ന് അവൾക്കറിയാമായിരുന്നു. വാതിൽ തുറക്ക്, അവൾ നിലവിളിച്ചു. അവൾ വളരെ ഉത്കണ്ഠാകുലയായിരുന്നു. ദേഷ്യം ഒട്ടുമില്ലാത്ത മുഖത്തോടെ സിദ്ധാർത്ഥ് പിന്നിൽ നിന്നും അവളുടെ തോളിൽ പിടിച്ചു. എന്താ ഇത്? അവൻ ചോദിച്ചു. നിനക്ക് എന്നിൽ നിന്നും രക്ഷപ്പെടണമെന്നാണല്ലേ? ഞാൻ നിനക്ക് അത്രയും അന്യായോ? അവൾ ശരിക്കും തന്നെ അത്രക്കും വെറുത്തിരിക്കുന്നു എന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവന്റെ ചോദ്യം കേട്ടപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. അവസ്ഥയിൽ അവൾ ഭയമോ ആശങ്കയോ എന്നറിയാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്, അവൾ പറഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥ് അവളുടെ മേലുള്ള പിടി വിട്ടില്ല. അവൻ നീലിമയുടെ കണ്ണിലേക്ക് ചാഞ്ഞു. എന്നിട്ട് അവളെ തിരികെ പിടിച്ചു. പുറത്തു. നീലിമ, അവൻ പതിയെ പറഞ്ഞു. നീ എന്നെ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? നീലിമ പെട്ടെന്ന് നിശ്ചലയായി. അശ്വിൻ എവിടെ? അവൾ തളർന്ന സ്വരത്തിൽ ചോദിച്ചു. ഈ മുറിയിൽ സിദ്ധാർത്ഥ് എങ്ങനെയായിരുന്നു വന്നത്? അവൾ അത്ഭുതത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥിന്റെ മറ്റൊരു കെണിയിൽ താൻ വന്നു വീണു എന്ന് മാത്രമേ അപ്പോൾ ഇതിനെ അർത്ഥമുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ ചാടി പുറപ്പെട്ടത്? നീലിമ ആലോചിച്ചു. അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് ചിരിച്ചു. വിഷമിക്കേണ്ട, അവൻ സുരക്ഷിതനാണ്. അവൻ നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം, പോരെ? അവൻ അത് പറയുമ്പോൾ അവന്റെ ഹൃദയം അനർവചനീയമായ ഒരു വികാരം കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ പറയുന്നത് കേട്ടിട്ട് നീലിമ അതിശയിച്ചു. അവൾക്കൊന്നും തന്നെ മനസ്സിലായില്ല. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അവൾ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത്? ആരുടെ കല്യാണം? നമ്മുടെ കല്യാണം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നീലിമ, ഇന്ന് നമ്മുടെ വിവാഹ ദിനമാണ്. നിനക്കിതിൽ സന്തോഷമല്ലേ വേണ്ടത്? അവൻ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വളരെ കാലമായി കാത്തിരിക്കുകയാണ്. അവൻ പറഞ്ഞത് കേട്ട് നീലിമ ആശ്വാസഭാവത്തോടെ അവനെ നോക്കി. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്താ പറഞ്ഞത്? അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് തന്നെ നീലിമ ചോദിച്ചു. 7 നാളുകൾക്ക് ശേഷമാണ് അവൻ അവളെ അടുത്ത് കാണുന്നത്. അവനെ അവസാനമായി കണ്ട സമയത്തെ അപേക്ഷിച്ച് അയാൾക്കിപ്പോൾ സ്നേഹം കൂടിയതുപോലെ അവൾക്ക് അവൾക്ക് അവനെ അപ്പോൾ കണ്ടപ്പോൾ സഹതാപം തോന്നി. ആദ്യം എന്നെ ഒന്ന് വെറുതെ വിടാമോ? എനിക്ക് പോകണം. വേറെ ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ ഇനി ചിന്തിക്കേണ്ട. എനിക്ക് പോയേ പറ്റൂ, അവൾ വേഗം പറഞ്ഞു. എന്നാൽ സിദ്ധാർത്ഥ് അവലുള്ള തന്റെ പിടിമുറുക്കി. അവന്റെ മുഖത്ത് ഒരു മന്ദഹാസം തെളിഞ്ഞു. ഞാൻ നിന്നെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നില്ല നീലിമ. താഴെയുള്ളവരെല്ലാം തന്നെ നമ്മുടെ വിവാഹം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നീലിമ അവിശ്വസനീയതയോടെ അവനെ നോക്കി. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? നിങ്ങൾ എന്താ ഈ സംസാരിക്കുന്നത്? ലാവണ്യവുമായിട്ടുള്ള നിങ്ങളുടെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടല്ലോ. അവളെയാണ് നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയാൻ ശ്രമിക്കുന്ന? ശേഷം
അവൾ ഒന്ന് നിർത്തിയ ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി. നമ്മൾ രണ്ടുപേരും വേർപിരിഞ്ഞവരാണ്. നമുക്കിനി ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. നിങ്ങളും ലാവണ്യയും വിവാഹിതരാവാൻ പോകുന്നവരാണ്. ഇനിയെങ്കിലും എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തതൊന്ന് നിർത്തും തന്നെ അവൾ അവനോട് ഒട്ടും സ്നേഹമില്ലാത്തതുപോലെ ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് ഉൾക്കൊള്ളാനാവാതെ സിദ്ധാർത്ഥ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അവൾക്ക് തന്നോടിപ്പോൾ സ്നേഹമില്ല എന്നൊരു ചിന്തയായിരുന്നു അപ്പോൾ അവന്റെ മനസ്സിലെ നീലിമ. അവൻ പറഞ്ഞു, നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ചത്? വയറ്റിൽ എന്റെ കുട്ടിയാണ് നിന്റെ വയറ്റിൽ വളർന്നത്. എല്ലാത്തിനുമുപരി നീ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്നറിയോ? വിധി ഇങ്ങനെയാണ്. ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കും എനിക്കും കഴിയില്ല. സിദ്ധാർത്ഥ് അവളുടെ കുട്ടിയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ നീലിമയുടെ ഹൃദയം ഒരല്പം മയപ്പെട്ടു. പക്ഷേ അവൾ അപ്പോഴും മുഖത്ത് ദേഷ്യം ഭാവിച്ചു. സിദ്ധാർത്ഥ്, നമുക്കിനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല എന്ന് പറയാൻ എനിക്ക് തീർച്ചയായിട്ടും കാരണങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ എന്നെ ഒന്ന് വിട്ടയച്ചാൽ മതി. നമ്മുടെ കുട്ടി ജനിക്കും. അതിനെ ഞാൻ വളർത്തും. അശ്വിനെ എനിക്ക് ദയവായി അവനെ കൂടെ എന്റെ കൂടെ കൊണ്ടുപോവാൻ അനുവദിക്കൂ, അവൾ പറഞ്ഞു. അവർക്കിടയിൽ അകലം കൊണ്ടുവരാൻ നീലിമ പരമാവധി ശ്രമിക്കുന്നത് കണ്ട് സിദ്ധാർത്ഥിന്റെ മുഖം കൂടുതൽ ഇരുണ്ടു. അവൻ നീലിമയെ നോക്കി. നീലിമ, നീ ഇനി ഇതിനെ പറ്റിയിട്ട് ഒരു വാക്കെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്, അവനൊരു താക്കീതുപോലെ പറഞ്ഞു. അവന്റെ മുഖത്ത് നല്ല ദേഷ്യം പ്രകടമായിരുന്നു. ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കണം. നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുമെന്നറിയാം. എന്നാലും ഞാൻ എന്നെ പോലുള്ള ഒരു പെണ്ണൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. അത് പറഞ്ഞു തീർത്തപ്പോൾ നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അകാരണമായി അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവനോട് ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും അവൾക്കത് പ്രകടിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അയാളുടെ കുടുംബമഹിമയ്ക്കും സമ്പത്തിനും മുന്നിൽ താൻ ഒന്നുമല്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അവളുടെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അത് തുടച്ചു കളഞ്ഞു. അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവന്റെ ദേഷ്യമെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞുപോയി. അയാൾക്ക് അവളെ സമാധാനിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നോക്ക് നീലിമ, നമുക്കിതിനൊരു പരിഹാരം കാണാം. ഞാനല്ലേ ഈ പറയുന്നത്? ആദ്യം സമാധാനത്തോടെ ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്ക്. എന്തിനാ നീ ഈ കരയുന്നത്? നീലിമ ഇത്രയും വിഷമത്തോടെ കരയുന്നത് കണ്ടിട്ട് അവന് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു. പക്ഷേ അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്തോറും അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം ഓർത്ത് വീണ്ടും വീണ്ടും നീലിമ കരഞ്ഞു. നമുക്കിനി സംസാരിക്കാനൊന്നുമില്ല, അവൾ അവസാനം പറഞ്ഞു. സിദ്ധാർത്ഥ അവളെ നോക്കി നെറ്റിയിൽ ചുംബിച്ചു. അതുവരെയും ക്ഷമയോടെ നിന്നിരുന്ന സിദ്ധാർത്ഥിനപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അവൾ തന്നെ വല്ലാതെ വെറുത്തു കഴിഞ്ഞു എന്ന് അവൻ ചിന്തിച്ചു. അപ്പോൾ അവന് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അവൾ തന്നെ പൂർണ്ണമായും വെറുത്തോ എന്നറിയാൻ അവനൊരു ഉപായം തോന്നി. അവൻ ഉടനെ തന്നെ അവളെ അങ്ങ് ചുംബിച്ചു. അവൾ അതൊട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നികളിലും അതിന്റെ ഞെട്ടൽ നീലിമയുടെ കണ്ണുകളിലും പ്രകടമായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവളും അവനും ഇത്രത്തോളം അടുത്ത് പെരുമാറുന്നത്. പക്ഷേ അവൻ ചുംബിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അവനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സ്നേഹം തനിക്ക് തോന്നുന്നതായി നീലിമ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിൽ. അവൾക്കൊരിക്കലും അവനെ തടയാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇന്ന് നിങ്ങളുടെ വിവാഹമാണ്. അതെന്താ നിങ്ങൾ മറക്കുന്നത്? എന്നെ വിട്ടേക്ക്, എനിക്ക് പോവണം, അവൾ പറഞ്ഞു. അത് കേട്ട് അവളെ പോവാൻ അനുവദിക്കാത്ത സിദ്ധാർത്ഥ നീലിമയെ കൂടുതൽ ചേർത്ത് പിടിച്ചു. നിനക്ക് ശരിക്കും എന്നെ വിട്ടു പോകണമെന്നുണ്ടോ? അവൻ മൃദുവായി ചെവിയോട് ചുണ്ടു ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. നീലിമക്ക് മറുപടി ഒന്നും തന്നെ പറയാൻ സാധിച്ചില്ല. അവൾ അവന്റെ നേർക്ക് നോക്കി. അപ്പോൾ അവൻ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും കവർന്നെടുത്തു. അല്പനേരം തടയാൻ ശ്രമിച്ച നീലിമക്ക് പെട്ടെന്ന് നിയന്ത്രണം വിട്ടു. അവളും അവനെ തിരികെ ചുംബിക്കാൻ ആരംഭിച്ചു. അപ്പോഴാണ് ശരിക്കും അവന് സമാധാനമായത്. അതോടുകൂടെ തന്നെ അവൾ പൂർണ്ണമായിട്ടും തന്നെ വെറുത്തിട്ടില്ല എന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലായി. അല്പം അവളിൽ നിന്നും അകലാൻ അവനൊരല്പം പണിപ്പെടേണ്ടി വന്നു. ഒടുവിൽ രണ്ടുപേരും കുറച്ചുനേരം മിണ്ടാതെ നിന്നു. ശേഷം അവൻ പറഞ്ഞു, നീ എത്രത്തോളം കള്ളം പറഞ്ഞാലും നിന്റെ ശരീരം എന്നോടൊരിക്കലും കള്ളം പറയില്ല നീലിമ. നിനക്ക് എന്നോട് ഒരുപാടധികം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്തിനാ നീ എന്നിൽ നിന്നും ഇങ്ങനെ ഓടി ഒളിക്കാൻ നോക്കുന്നത്? നീലിമ ആ സമയത്ത് ഒന്നും മറുപടി പറയാതെ സിദ്ധാർത്ഥിനെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥ നീലിമയെ നോക്കി സംസാരിക്കുന്ന സമയത്തിന് അവളുടെ മുഖത്ത് നാണം തെളിഞ്ഞിരുന്നു. അങ്ങനെ സിദ്ധാർത്ഥിന്റെ കൈക്കുള്ളിലിരുന്നു കൊണ്ട് തന്നെ നീലിമ ഇങ്ങനെ നാണിച്ച് നിൽക്കുന്നത് കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.